ഹലോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് പണികളും പിന്നെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാത്രമൊക്കെ കഴുകി അടുക്കി പെറുക്കി വെച്ചു കേട്ടോ. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ലോഡ് പാത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിപ്പ് അടുപ്പത്തിട്ടതിൻ്റെ കൂട്ടത്തിൽ 2 മുട്ടയും കൂടെ പുഴുങ്ങാനിട്ടു കേട്ടോ. ഇപ്പം അടുപ്പിലാണ് മെയിൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ മുട്ട പുഴുങ്ങാനൊന്നും സ്പെഷ്യലായിട്ട് ഇടണ്ടല്ലോ. നന്നായിട്ട് കഴുകിയിട്ട് പരിപ്പിലിട്ട് വേവിച്ചു. പിന്നെ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴാണ് ഞാൻ ഇന്നലെ അച്ചുവിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയിട്ട് വരുമ്പോൾ ഒരു മാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ. നല്ല പുളിമാങ്ങ, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ എല്ലാത്തിലും വെള്ളം നിറച്ച് വെക്കലാണ്. അടുപ്പിൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുപ്പിൽ തന്നെയാണ് വെള്ളം ചൂടാക്കാൻ വെക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ എല്ലാത്തിലേക്കും ഒഴിച്ചു വെച്ച് പിന്നെ പരിപ്പിലേക്കുള്ള തേങ്ങ ചിരവി അരച്ച് ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു കറിയാക്കാമെന്നാണ് വിചാരിച്ചേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. ഞങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടൊക്കെ അടിക്കണം കേട്ടോ മിക്സി. അതായത് മെയിൻ പ്ലഗുകളൊക്കെ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ വാടകയ്ക്കാണല്ലോ, അപ്പോൾ കുറേ പ്ലഗൊക്കെ കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് പരിപ്പ് കറിയായി, അത് കടുക് പൊട്ടിച്ചൊഴിക്കുന്ന അങ്ങനെ ആ പരിപ്പ് കറി എന്നുള്ള പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് മീനിലേക്കുള്ള പരിപാടികൾ നോക്കണം. ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് ഓരോരോ പണികൾ കിട്ടുമല്ലോ. നമ്മൾ ഈ കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ ഭൂതം പോലെയാണല്ലോ. സാധാരണ ഓഫീസ് ജോലിയൊക്കെ 9 മണി മുതൽ വൈകുന്നേരം 5 മണിക്ക് കഴിയും. നമ്മളെ പണി ഒരിക്കലും കഴിയൂല. അങ്ങനെ അടുത്ത പരിപാടി മീൻ മുറിക്കലാണ് കേട്ടോ. ആ പണി വേഗം. ഇത് എന്ത് മീനാണെന്ന് എനിക്ക് അങ്ങനെ അങ്ങോട്ട് അറിയില്ല കേട്ടോ. കുറച്ച് നീണ്ടിട്ടുള്ളൊരു സൈസ് മീനാണ്. അപ്പോൾ അതിതാ പൊരിക്കാനും കറി വെക്കാനൊക്കെ വേറെ വേറെ ആക്കി മുറിച്ച് വെച്ച് ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അധികം അടുപ്പിലായതുകൊണ്ട് തന്നെ ചട്ടിയിൽ കറികൾ വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റും നല്ലതൊക്കെ. കരി പിടിച്ച് പോകില്ലല്ലോ. അപ്പോൾ ആ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തീൻ്റെ പാടിന് പോകുന്നൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഊതി വിളിച്ച് വരുത്തും. അങ്ങനെ നമ്മുടെ മീൻകറി അടുപ്പത്താക്കിയിട്ട് പൊരിക്കാനുള്ളതിലും ഉപ്പും മുളകൊക്കെ പെരക്കി അവിടെ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ആ മീൻ മുറിച്ച് അവിടേക്കൊന്ന് നല്ലോണം സോപ്പിട്ട് ഉരച്ച് കഴുകി എല്ലാവരുടെയും തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്നിട്ടാണ് ഞാൻ അടിച്ചു വരാൻ നിൽക്കുന്നത് കേട്ടോ. ചില ദിവസം ഞാൻ വേഗം അടിച്ചു വരും, ചില ദിവസം ഇതേപോലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടിച്ചു വരലും തുടക്കലൊക്കെ കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളൊക്കെ നല്ലോണം ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ടതാട്ടോ. ഇവിടെ ഭയങ്കര പല്ലീൻ്റെ ശല്യം ആയതുകൊണ്ട് എവിടെ നോക്കിയാലും പല്ലിക്കാട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിലൊക്കെ നിറച്ചും ഉണ്ടാവും. നമുക്കൊരു സാധനം പോലും ഇവിടെ മൂടി വെക്കാതെ വെക്കാൻ പറ്റില്ല. അങ്ങനെ മീനൊക്കെ പൊരിച്ച് പിന്നെ നമുക്ക് ചോറ് തിന്നേണ്ട ടൈമായി. അപ്പോൾ ചോറും നല്ല പരിപ്പ് തേങ്ങ അരച്ച് കറിയും മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ